പെരിന്തൽമണ്ണ EMS സ്മാരക സഹകരണ ആശുപത്രിയിലെ രജത ജൂബിലി കെട്ടിട സമുച്ചയത്തിന്റെ ഉദ്ഘാടനം നടന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിച്ചു. കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. സ്വകാര്യ ആശുപത്രികളെ ആഗോള ഭീമന്മാർ കൈയടക്കുന്ന സാഹചര്യത്തിൽ സാധാരണക്കാരന് മികച്ച ചികിത്സ ലഭ്യമാക്കുന്ന തരത്തിൽ ആരോഗ്യരംഗമാകെ മാതൃകാപരമായ രീതിയിൽ സർക്കാർ മാറ്റിയെടുത്തുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പ്രധാനപ്പെട്ട പല ആശുപത്രികളും നിന്ന നിപ്പിൽ മാറിപ്പോകുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. പക്ഷേ മാറ്റം അകത്ത് കയറി ബില്ല് വരുമ്പോഴാണ് മനസ്സിലാവുക. വേറെ മാറ്റമൊന്നുമില്ല. സംഭവിച്ചിട്ടുള്ളത് കേരളത്തിൽ നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന പല സ്വകാര്യ ആശുപത്രികളുണ്ട്. ആ സ്വകാര്യ ആശുപത്രികളെ ആഗോളതലത്തിലുള്ള ഭീമന്മാർ വന്ന് കൈയടക്കിയിരിക്കുക. പേരിന് മാറ്റമില്ല, മാനേജ്മെൻറ്റിനും കാൺകപ്രതി മാറ്റമില്ല. പക്ഷേ ഈ കൈയടക്കിയ ഭീമന്മാരുടെ താല്പര്യാർത്ഥമുള്ള നടപടികളാണ് ഇവിടെ സ്വീകരിക്കുക. സ്വകാര്യ ആശുപത്രിയാകുമ്പോൾ അതിന് പണം മുടക്കിയവർ വെറും സേവനം മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. സേവനം അതിലുണ്ട്, ഇല്ല എന്നല്ല. എന്നാൽ വെറും സേവനം മാത്രമല്ല, ലാഭവും കൂടി ഉദ്ദേശിക്കുന്നുണ്ട്. മുതൽ മുടക്കിയ പണത്തിനുള്ള ലാഭവും കൂടി ഉദ്ദേശിക്കുന്നുണ്ട്. ഇവിടെയാണ് അമേരിക്കയിൽ നടക്കമുള്ള കമ്പനികൾ വന്ന് ഈ സ്ഥാപനത്തെ കൈയടക്കുന്നത്. അപ്പോൾ ഉടനെ തന്നെ അവിടുത്തെ എല്ലാ റേറ്റുകളും മാറുകയാണ്. ചികിത്സക്ക് വൻ ചെലവ് വരികയാണ്. അത്തരം ആശുപത്രികൾ നമ്മൾ കാണുകയെ തന്നെ മറ്റ് മാറ്റങ്ങളൊന്നുമില്ല, വലിയ പുതിയ സൗകര്യങ്ങളെന്തെങ്കിലും വന്നൊന്നുമില്ല. എന്നാൽ നല്ല തോതിൽ ലാഭം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. മന്ത്രി വി അബ്ദുറഹ്മാൻ അധ്യക്ഷനായി. മുൻ മന്ത്രിമാരായ പാലോളി മുഹമ്മദ് കുട്ടി, TK ഹംസ, നാലകത്ത് സൂപ്പി, MLA മാരായ നജീബ് കാന്തപുരം, P നന്ദകുമാർ, മഞ്ഞളാംകുഴി അലി, ജില്ലാ കളക്ടർ VR വിനോദ്, ജില്ലാ പോലീസ് മേധാവി R വിശ്വനാഥ്, EMS സ്മാരക ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാനും മുൻ MP യുമായ A വിജയരാഘവൻ, നോർക്കം വൈസ് ചെയർമാൻ P ശ്രീരാമകൃഷ്ണൻ, മുൻ MLA V ശശികുമാർ, EMS സ്മാരക ആശുപത്രി ചെയർമാൻ VP അനിൽ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. ഏവർക്കും ബ്രൈഡൽ ക്രാഫ്റ്റിന്റെ ക്രിസ്തുമസ് പുതുവത്സരാശംസകൾ. ബ്രൈഡൽ ക്രാഫ്റ്റ്, ദ വെഡിംഗ് മോൾ, പാൻ ബസാർ, തിരൂർ.